ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു. ഇന്ധനവില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ബാധിക്കും. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. 3 പീടികയിൽ ബാങ്കിന്റെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ കള്ളനോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ്. പ്രളയശേഷം തടയണ നിർമ്മാണത്തിനെത്തിച്ച പാറമണൽ കൃഷിഭൂമി ഉപയോഗശൂന്യമാക്കി. നീതി തേടി തടയണയ്ക്കായി സ്ഥലം വിട്ടുകൊടുത്ത വിധവയായ വീട്ടമ്മ. കൈയൊഴിഞ്ഞ ഇറിഗേഷൻ വകുപ്പും പഞ്ചായത്തും. ഗുരുവായൂർ ടൗൺ ഹാളിലെ ഒളി ക്യാമറ വിവാദത്തെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. മരപ്പട്ടികളെ ചത്ത നിലയിൽ കണ്ടെത്തിയ മണലിത്തറയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ടതില്ലെന്ന ഉന്നത സംഘം. തൃശൂർ പാട്ടരാക്കൽ പെരിങ്ങാവ് ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചു. സിഗ്നൽ സംവിധാനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും 2.5 രൂപയോളമാണ് വില കൂടിയത്. ജില്ലകളനുസരിച്ച് വില നേരിയ വ്യത്യാസമുണ്ട്. എക്സൈസ് തീരുവ, റോഡ് സെസ് എന്നീ ഇനങ്ങളിൽ 1 രൂപ വീതമാണ് ബജറ്റിൽ വർദ്ധിപ്പിച്ചത്. അനുബന്ധ നികുതികൾ കൂടി ചേരുമ്പോഴാണ് വില 2.5 രൂപയോളം ഉയർന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണവില കുറയുന്നതിനിടയിലാണ് ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിച്ചത്. പെട്രോൾ ഡീസൽ വില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാക്കും. ചരക്ക് വാഹനങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങളും നിരക്ക് വർദ്ധിപ്പിക്കുമെന്നതിനാൽ സാധാരണക്കാരന്റെ ജീവിത ചെലവ് ഏറുമെന്നതാണ് അവസ്ഥ. സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഇന്ധനവില വർധനവ് തിരിച്ചടിയായി മാറും. ഇന്ധനവില വർധനവിനെ തുടർന്ന് ബസ് ചാർജ് വർധനവടക്കമുള്ള ആവശ്യങ്ങളും വൈകാതെ ഉയർന്നേക്കും. അതേസമയം സ്വർണ്ണവില കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ തോതിൽ ഇടിഞ്ഞു. 3 പീടികയിൽ ബാങ്കിന്റെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ 2000-ന്റെയും 500-ന്റെയും കള്ളനോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ 5 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശികളായ പോക്കാക്കില്ലത്ത് അബ്ദുൽ അസീസ, പുതിയ വീട്ടിൽ മുഹമ്മദ് റോഷൻ, കല്ലൂർ സ്വദേശി മേലെപുരിയിടത്തിൽ ഇബ്രാഹിംകുട്ടി, കല്ലൂർ ചുങ്കം സ്വദേശി കളമ്പാട്ട് ജസ്ബിൻ, വലപ്പാട് മീൻചന്ത സ്വദേശി അറക്കൽ ദിൽഷാദ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ SI KJ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 3 പീടിക ഫെഡറൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് മെഷീനിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത്. 7 500-ന്റെയും 1 2000-ന്റെ കള്ളനോട്ടുമാണ് മെഷീനിൽ കണ്ടെത്തിയത്. എടത്തിരിഞ്ഞി സ്വദേശിയായ അരുൺ ഫെഡറൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് മെഷീനിൽ 14,000 രൂപ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ 5,500 രൂപ കുറച്ചാണ് അക്കൗണ്ടിൽ കാണിച്ചത്. ഇതേക്കുറിച്ച് അരുൺ ബാങ്കിന് പരാതി നൽകിയതിനെ തുടർന്ന് അരുണിന് ബാങ്ക് പണം തിരികെ നൽകി. 1 മാസം കഴിഞ്ഞ് ബാങ്ക് അധികൃതർ അരുൺ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിൽ 5,500 രൂപ കള്ളനോട്ടാണെന്നറിഞ്ഞതോടെ അരുണിൽ നിന്ന് പണം തിരിച്ചു വാങ്ങുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അരുൺ സുഹൃത്ത് മുഹമ്മദ് റോഷന് തന്റെ കാർ വാടകയ്ക്ക് നൽകിയിരുന്നു. റോഷനിൽ നിന്ന് വാടക ഇനത്തിൽ കിട്ടിയ പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഇബ്രാഹിംകുട്ടിയാണ് റോഷനും അസീസിനും എറണാകുളത്ത് വെച്ച് 6,500 രൂപയുടെ കള്ളനോട്ട് നൽകിയത്. ഇതിൽ 1000 രൂപ ഇവർ ചിലവാക്കിയിരുന്നു. ബാക്കി തുകയാണ് അരുണിന് നൽകിയത്. സംഭവം പുറത്തറിഞ്ഞതോടെ അരുണിന് പണം നൽകി അസീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയിരുന്നു. സംഭവത്തിൽ അരുണിന് പങ്കില്ലെന്ന് പോലീസ് പറഞ്ഞു. കള്ളനോട്ട് വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും ഇവരെ കണ്ടെത്താനായി അന്വേഷണം നടത്തുമെന്നും SI KJ ജിനേഷ് പറഞ്ഞു. ഈ അരുണിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നമുക്ക് അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലായി. തുടർന്നാണ് ഈ വാഹനം കാറ് വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് റോഷൻ നൽകിയിട്ടുള്ള പണമാണ് ഈ കള്ളനോട്ടായിട്ട് നമുക്ക് CDMൽ ലഭിച്ചിട്ടുള്ളത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. SI PG അനൂപ, സീനിയർ CPO സജി പാൽ, CK ഷാജു, സുരേന്ദ്രൻ, MK ഗോപി, PA അഭിലാഷ്, AK മനോജ്, ES ജീവൻ, സ്നേഹമോൾ, മെഹറുന്നീസ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV കയ്പമംഗലം. പ്രളയത്തിൽ കരുവന്നൂർ പുഴ വഴിമാറി ഒഴുകി ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായപ്പോൾ സ്വന്തം നാട്ടുകാരെ സഹായിക്കുവാൻ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകൊടുത്തതാണ് വിധവയായ വിജയലക്ഷ്മി. എന്നാൽ ഇപ്പോൾ തടയണ നിർമ്മാണത്തിനായി ഉപയോഗിച്ച പാറമണൽ പറമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കിട്ടാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വീട്ടമ്മ. ആറാട്ടുപുഴ പരേതനായ അത്തിക്കാവിൽ അശോകന്റെ ഭാര്യ വിജയലക്ഷ്മിയാണ് കഴിഞ്ഞ പ്രളയകാലത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. കരുവന്നൂർ പുഴ കവിഞ്ഞൊഴുകി ബണ്ട് റോഡ് തകർന്നത് ഇവരുടെ വീടിന് മുന്നിലായിരുന്നു. തകർന്ന സ്ഥലത്ത് റോഡ് പുനർനിർമ്മിക്കുകയും മാസങ്ങൾക്ക് മുൻപ് ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്തു.
എന്നാൽ ഇവരുടെ പറമ്പിൽ കിടക്കുന്ന പാറമണൽ നീക്കം ചെയ്തു കിട്ടാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വീട്ടമ്മ. നാട്ടുകാരെ പ്രളയജലത്തിൽ നിന്നും രക്ഷിക്കാൻ കരിങ്കൽ പൊടി നിറച്ച ചാക്കുകൾ കൊണ്ട് കുട്ടനാട്ടിൽ നിന്നുമെത്തിയ സംഘമാണ് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചത്. പ്രളയജലം ഇറങ്ങിപ്പോവുകയും ബണ്ട് തകർന്നിടത്ത് പുതിയ റോഡ് നിർമ്മിക്കുകയും ചെയ്തുവെങ്കിലും താൽക്കാലിക ബണ്ട് പൊളിച്ചു നീക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പഴക്കം ചെന്ന ചാക്കുകൾ പൊട്ടി കരിങ്കൽ പൊടി പറമ്പിൽ നിറഞ്ഞതിനാൽ ഏക വരുമാനമാർഗമായ വാഴകൃഷി ചെയ്യാൻ കഴിയാതെയായി. വിജയലക്ഷ്മിയുടെ മകളുടെ 3 വയസ്സുള്ള മകന്റെ കണ്ണിൽ കരിങ്കൽ പൊടി കയറിയതിനെ തുടർന്ന് കാഴ്ചശക്തിക്ക് തകരാർ സംഭവിച്ചു. ഇതിനെ തുടർന്ന് മകളും കുടുംബവും ഇവിടെ നിന്ന് താമസം മാറിയതിനാൽ വിജയലക്ഷ്മി ഒറ്റയ്ക്കാണ് താമസം. നാട്ടുകാർക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ വെട്ടിലായ വിജയലക്ഷ്മി പരാതിയുമായി കളക്ടറെയും മന്ത്രിയെയും പഞ്ചായത്ത് അധികൃതരെയും സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെ ഒരു 3-4 പ്രാവശ്യം ഞാൻ അപേക്ഷ കൊടുത്തതാണ്. ഒരു വക നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ രവീന്ദ്രൻ മാഷക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായി, ഇതൊന്ന് മാറ്റിത്തരണമെന്നും പറഞ്ഞിട്ട്. അതിനൊരു നടപടി ഉണ്ടായില്ല. വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും വല്ലച്ചിറ പഞ്ചായത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് ഇറിഗേഷൻ വകുപ്പ് കൈയൊഴിഞ്ഞു. കരിങ്കൽ പൊടി എടുത്തുമാറ്റി ഇത്തവണ വാഴകൃഷി നടത്താൻ സാധിച്ചില്ലെങ്കിൽ തന്റെ ഏക ജീവിതമാർഗം ഇല്ലാതാകുമെന്ന ഭീതിയിലാണ് ഈ വീട്ടമ്മ. TCV ചേർപ്പ്. ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളി ക്യാമറ സ്ഥാപിച്ചതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കിലെത്തിയപ്പോഴേക്കും അജണ്ടകളെല്ലാം പാസാക്കിയതറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ക്യാമറ സ്ഥാപിക്കുന്നതിന് കൂട്ടുനിന്ന ചെയർപേഴ്സൺ VS രേവതി രാജിവെക്കുക, ക്യാമറ സ്ഥാപിച്ചവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്ലക്കാർഡുകളുമായാണ് UDF കൗൺസിലർമാർ യോഗത്തിനെത്തിയത്. ക്യാമറ സ്ഥാപിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ ദേവൻ യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. എന്നാൽ ദിവസങ്ങളായി പ്രതിഷേധം നടക്കുന്ന സംഭവം അടിയന്തര പ്രമേയമായി അംഗീകരിക്കാനാവില്ല എന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നടപടിയെടുക്കാമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ക്യാമറ സ്ഥാപിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം നഗരസഭാ ഓഫീസിനകത്ത് കൗൺസിലർമാർക്കൊപ്പം ഹെൽത്ത് സൂപ്പർവൈസറെ ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ആവശ്യപ്പെട്ടു. ബഹളത്തിനിടയിൽ അജണ്ട വായന തുടർന്നതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി. ഉടനെ ഭരണപക്ഷ വനിതാ കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ വലയം തീർക്കുകയും ചെയർപേഴ്സൺ അജണ്ട വായന തുടരുകയും ചെയ്തു. ഇതോടെ പ്ലക്കാർഡുകൾ ഡയസിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിപക്ഷ പുരുഷ കൗൺസിലർമാർ ഡയസിനടുത്തേക്ക് ഇരച്ചുകയറി. ഭരണപക്ഷം പ്രതിപക്ഷത്തെ തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയായി. ഇതിനിടയിൽ അജണ്ട വായന പൂർത്തിയാക്കി യോഗം പിരിച്ചുവിട്ടതായി ചെയർപേഴ്സൺ അറിയിച്ചു. തുടർന്ന് കൗൺസിൽ ഹാളിന് പുറത്തിറങ്ങിയ പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നഗരത്തിൽ പ്രകടനം നടത്തി. നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു പണിയുന്നതുൾപ്പെടെ സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗമാണ് ക്യാമറ വിവാദത്തെ തുടർന്ന് അലങ്കോലമായത്. TCV ന്യൂസ്, ഗുരുവായൂർ. മണലിത്തറയിൽ അസ്വാഭാവികമായി മരപ്പട്ടികൾ ചത്ത സംഭവത്തിൽ സംസ്ഥാന എപ്പിഡമോളജിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ഡോക്ടർ A. സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരപ്പട്ടികളെ ചത്ത നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്തിയത്. പട്ടി, പൂച്ച എന്നിവയിൽ മാത്രം കണ്ടുവരുന്ന ഡിസ്റ്റംബർ വൈറസ് മൂലമാണ് മരപ്പട്ടികൾ ചാകാൻ കാരണമെന്നും ഈ വൈറസ് മനുഷ്യർക്ക് പകരില്ലെന്നും വിദഗ്ധ സംഘം പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അകമ്പാടം സ്വദേശി വട്ടംപറമ്പിൽ ശോഭനന്റെ വീട്ടിൽ അസ്വാഭാവിക രീതിയിൽ കണ്ടെത്തിയ മരപ്പട്ടിയെ ചിറ്റണ്ട ഫോറസ്റ്റ് അധികൃതരെ ഏൽപ്പിച്ചു. ഡോക്ടർ ഉമ മഹേശ്വരി, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ദീപ്തി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെന്നി തോമസ്, വാർഡ് മെമ്പർ ഗീത വാസുദേവൻ എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ പാട്ടിരായ്ക്കൽ പെരിങ്ങാവ് ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചു. സിഗ്നൽ സംവിധാനത്തിലെ ടൈമിംഗ് ക്രമീകരണത്തിലെ പാളിച്ചകളെ തുടർന്നാണ് സംവിധാനം നിർത്തിവെച്ചത്. സിഗ്നൽ സംവിധാനത്തിലെ അപാകതകൾ മൂലം വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പാട്ടിരായ്ക്കൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനത്തിൽ പെരിങ്ങാവ് പുങ്കുന്നം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടൈമിംഗ് കുറച്ചുവെച്ചതും പെഡസ്റ്റൽ ക്രോസിംഗ് സ്ഥാപിക്കാത്തതുമാണ് കുരുക്കിന് കാരണമായത്. പെരിങ്ങാവ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം പൂർത്തിയാകും മുൻപ് ട്രയൽ റൺ നടത്തിയതാണ് പെരിങ്ങാവ് വിയൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടാൻ കാരണമായത്. സിഗ്നൽ സംവിധാനത്തിലെ അപാകതകൾ കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തിയ ശേഷമാണ് സിഗ്നൽ സംവിധാനം നിർത്തിവെക്കാൻ ട്രാഫിക് പോലീസിന് നിർദ്ദേശം നൽകിയത്. സിഗ്നൽ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി അസിസ്റ്റന്റ് കമ്മീഷണർ VK രാജുവിന്റെ നേതൃത്വത്തിൽ കെൽട്രോണിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തും.
സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ അടുപ്പുട്ടിയിൽ പോലീസ് റെയ്ഡ്. പണമിടപാടുകാരന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങളും രേഖകളും കണ്ടെടുത്തു. അടുപ്പുട്ടി സ്വദേശി കൊമ്പൻ ബിജുവിന്റെ വീട്ടിലാണ് കുന്നംകുളം SHO KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തിയത്. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, പണയപ്പെടുത്തിയ ആധാരങ്ങൾ, പാസ്പോർട്ട്, പണമിടപാട് രേഖകൾ എന്നിവ കണ്ടെടുത്തു. ബിജുവിനെതിരെ ആയുധങ്ങൾ സൂക്ഷിച്ചതിനും അനധികൃത പണമിടപാടിനും കേസെടുത്തതായി പോലീസ് പറഞ്ഞു. ബഹ്റൈനിൽ പിഞ്ചുമക്കളുടെ മുന്നിൽ പ്രവാസി മലയാളി മുങ്ങി മരിച്ചു. ഇരിങ്ങാലക്കുട പടിയൂർ കാരയിൽ 42 വയസ്സുള്ള രഞ്ജിത്താണ് ബഹ്റൈനിലെ ഉമ്മുൽ ഹംസത്തെ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ചത്. നീന്തുന്നതിനിടെ പിതാവ് വെള്ളത്തിൽ താഴ്ന്നുപോയതായി രഞ്ജിത്തിന്റെ മക്കൾ അമ്മയെ അറിയിക്കുകയായിരുന്നു. അവർ ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ഇടവേള. ഈ ബോട്ട് ഫുള്ളാണ്, അടുത്ത ബോട്ടിന് വാ. അനുപേട്ട, കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആഡി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ചേട്ടോ, സമയമായി ബോട്ട് എടുക്കണ്ടേ? അതിന് ഡ്രൈവർ ഇപ്പോഴേ പോയി. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ചൂണ്ടലിൽ തട്ടുകടകളിലും പലഹാര നിർമ്മാണ യൂണിറ്റുകളിലും ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. ചൂണ്ടൽ PHC ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച കടകൾക്ക് പിഴ ചുമത്തി. ഹെൽത്ത് കാർഡ് ഇല്ലാതെയും കുടിവെള്ള പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും കടകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. മേൽവസ്ത്രം ധരിക്കാതെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് താക്കീത് നൽകി. പഴകിയ എണ്ണ എന്നിവയും പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വഴിയോരക്കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന പരാതിയിലാണ് പരിശോധന. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ A. സുജിത്ത്, TN ഷീച്ചു, റോളൻ K. ഐപ്പ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചുമതലയേറ്റ ആദ്യ ദിനം ഹരിശങ്കരനും തങ്കമണിക്കും സ്നേഹത്തണലായി പുതിയ കളക്ടർ S. ഷാനവാസ്. വാടക കൊടുക്കാനാകാതെ വാടക വീട്ടിൽ നിന്നും പുറത്തായ ഹരിശങ്കറിനും അമ്മൂമ്മ തങ്കമണിക്കും മന്ത്രി VS സുനിൽകുമാർ ഇടപെട്ട് കൈമാറിയ ഫ്ളാറ്റിലേക്കാണ് വിശിഷ്ടാതിഥിയായി കളക്ടർ എത്തിയത്. തൃശൂർ കോർപ്പറേഷന് സമീപം വഴിയോരത്ത് കഴിഞ്ഞിരുന്ന തങ്കമണിയെയും ഹരിശങ്കറിനെയും മന്ത്രി VS സുനിൽകുമാറാണ് നേരത്തെ വൃദ്ധസദനത്തിലെത്തിച്ചത്. സർക്കാർ ഭൂമിയിൽ കല്യാൺ ജ്വല്ലേഴ്സ് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇവർക്ക് ഇടം ലഭിച്ചത്. 10 വയസ്സുകാരനായ ഹരിശങ്കറും അമ്മൂമ്മ തങ്കമണിയും ഹരിശങ്കറിന്റെ അച്ഛൻ മുരളീധരനും ചേർന്ന് കളക്ടറിൽ നിന്ന് ഫ്ളാറ്റിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ഭൂമിഗീതം ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫ്ളാറ്റ് നമ്പർ Bയിലാണ് ഹരിശങ്കറിനും കുടുംബത്തിനും കിടപ്പാടം ലഭ്യമായത്. ഇവർക്ക് സ്നേഹസമ്മാനമായി ഒരു ഗ്യാസ് സ്റ്റൗ കളക്ടർ ഷാനവാസ് കൈമാറി. ഹരിശങ്കറിനോട് നന്നായി പഠിച്ച് ആഗ്രഹം പോലെ പട്ടാളക്കാരനാകാൻ കഴിയട്ടെ എന്ന് കളക്ടർ ആശംസിച്ചു. നേരത്തെ വടൂക്കര ജവാൻ റോഡിൽ വാടകയ്ക്ക് കഴിയുകയായിരുന്നു ഹരിശങ്കറിന്റെ കുടുംബം. ഗൃഹനാഥനായ മുരളീധരന് കാലിൽ പരിക്കുപറ്റി പെയിന്റ് പണിക്ക് പോകാൻ കഴിയാതെ വന്നതോടെയാണ് ഇവർക്ക് വാടക വീട്ടിൽ നിന്നും ഇറങ്ങി തെരുവിൽ അഭയം തേടേണ്ടി വന്നത്. സാമൂഹ്യനീതി ഓഫീസർ KG വിൻസെന്റ്, ബിനി സെബാസ്റ്റ്യൻ, മാർഷൽ V. രാധാകൃഷ്ണൻ, രവി, ജ്യോതി, ഡെന്നിൻ എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഫ്ളാറ്റ് കൈമാറ്റ ചടങ്ങിനെത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ശ്രീനാരായണപുരം ശാന്തിപുരത്ത് ജനവാസ കേന്ദ്രത്തിൽ ബാർ ഹോട്ടൽ തുറന്നതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ ബാറിന്റെ പ്രവേശന കവാടം ഉപരോധിച്ചു. ജനവാസ കേന്ദ്രത്തിൽ മദ്യശാല അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് 12 വർഷമായി പ്രദേശവാസികൾ സമരത്തിലായിരുന്നു. എന്നാൽ പ്രതിഷേധം മറികടന്ന് മദ്യശാല തുറക്കുന്നതിന് ലൈസൻസ് അനുവദിക്കുകയായിരുന്നു. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപരോധ സമരത്തിന് KM ഷാനീർ, PM ഷാഹുൽ, സിറാജ്, ഹമീദ്, ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി. സഭാ തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്ന മാന്നാമംഗലം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതയായ യാക്കോബായ സഭാംഗം ചേരുംകുഴി നെറിച്ചനാലിൽ സ്കറിയയുടെ ഭാര്യ അന്നമ്മയുടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒല്ലൂർ CI ഓഫീസിൽ ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലൂടെ പരിഹരിച്ചത്. തുടർന്ന് മാന്നാമംഗലം ദർബാർ റോഡിന് സമീപമുള്ള ചാപ്പലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം കണ്ണാറപ്പള്ളിയിൽ സംസ്കരിച്ചു. ഇരു സഭാംഗങ്ങളുമായി ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ നിന്ന് യാക്കോബായ സഭാംഗങ്ങൾ ഇറങ്ങിപ്പോയതോടെ പ്രദേശത്ത് സംഘർഷ സാധ്യത ഉണ്ടായേക്കാമെന്ന സാഹചര്യം നിലനിന്നു. തുടർന്ന് CI ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിൽ
തർക്കം നിലനിൽക്കുന്ന പള്ളി പരിസരത്ത് വൻ പോലീസ് സംഘത്തെ വിന്യസിപ്പിക്കുകയായിരുന്നു. പള്ളിക്ക് മുന്നിലൂടെ മൃതദേഹം കൊണ്ടുപോയി പ്രകോപനം സൃഷ്ടിച്ചേക്കുമെന്ന അഭ്യൂഹം പറഞ്ഞതോടെ പള്ളിക്ക് മുന്നിലൂടെ പോകുന്ന റോഡിന്റെ ഇരുഭാഗത്തും പോലീസ് നിലയുറപ്പിച്ചു. പോലീസ് സാന്നിധ്യം മനസ്സിലാക്കിയ മരിച്ച അന്നമ്മയുടെ ബന്ധുക്കൾ മറ്റൊരു വഴിയിലൂടെ മൃതദേഹവുമായി കണ്ണാറപ്പള്ളിയിലേക്ക് പോയി. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ സുപ്രീം കോടതിയുടെ താക്കീതിന്റെ അടിസ്ഥാനത്തിലാണ് സഭാ തർക്കം വീണ്ടും സജീവമായത്. TCV തൃശൂർ. കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ചതായി പരാതി. തിരുവത്ര പുതിയറ പാണ്ഡികശാല പറമ്പിൽ നൌഫലിനാണ് മർദ്ദനമേറ്റത്. കഞ്ചാവ് വിൽപ്പനയെ എതിർത്തതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് മേഖലയിലെ ഒരു സംഘവുമായി വാക്കുതർക്കം നടന്നിരുന്നു. ഈ സംഘമാണ് മാരകായുധങ്ങളുമായി ആക്രമിച്ചതെന്ന് നൌഫൽ പറഞ്ഞു. നൌഫലിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ആഹാരം പോലും നൽകാതെ മകൻ പൂട്ടിയിട്ടതിനെ തുടർന്ന് പോലീസും ജനപ്രതിനിധികളും ചേർന്ന് ആശുപത്രിയിലാക്കിയ ചാഴൂർ സ്വദേശിനി മല്ലികയെ ജില്ലാ കളക്ടർ S. ഷാനവാസിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് രാമവർമ്മപുരത്തെ വൃദ്ധസദനത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 2 ദിവസം മുൻപാണ് ചാഴൂർ വേലുമാൻപടി സ്വദേശി കരിക്കന്ത്ര വീട്ടിൽ മല്ലിക എന്ന വയോധികയെ മകന്റെ തടങ്കലിൽ നിന്ന് അന്തിക്കാട് SI സുജിത് G. നായരും ജനപ്രതിനിധികളും ചേർന്ന് മോചിപ്പിച്ച് ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ഭക്ഷണം പോലും ലഭിക്കാതെ കഴിയുകയായിരുന്നു മല്ലിക. ഇവരെ കാണാനെത്തുന്നവരെ മകൻ ജ്യോതി വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ S. ഷാനവാസ് മല്ലികയുടെ അടുത്തെത്തി വിവരങ്ങൾ തിരക്കി. ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് കളക്ടർ പറഞ്ഞു. ഇവരുടെ വീട് ഈ കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. അത് ഈ വീടിൻ്റെ വിവരങ്ങൾ ഈ പ്രാവശ്യത്തെ കെയർ ഹോം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് അത് ഭാഗികമായോ പൂർണ്ണമായോ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. തുടർന്ന് മല്ലികയെ മകളുടെ സാന്നിധ്യത്തിൽ രാമവർമ്മപുരത്തെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി. RDO വിഭൂഷണൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ബെന്നി സെബാസ്റ്റ്യൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, അന്തിക്കാട്. തീരാസങ്കടത്തിന് 6 വർഷം. ചാവക്കാട് മുനക്കക്കടവിൽ അഴിമുഖത്ത് തിരയിൽപ്പെട്ട് കാണാതായ 2 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2013 ജൂലൈ 6-നാണ് കുന്നംകുളത്തുകാരായ 5 പേർ ചാവക്കാട് മുനക്കക്കടവിൽ അഴിമുഖത്ത് തിരയിൽപ്പെട്ടത്. ഇതിൽ കുന്നംകുളം കരുവാൻ വീട്ടിൽ രാജൻ മകൻ കാർത്തിക്, പുലിക്കോട്ടിൽ രാജുവിന്റെ മകൻ ജെഫിൻ എന്നിവരെ ഇനിയും കണ്ടെത്താനായില്ല. മൃതദേഹങ്ങൾക്കായി ദിവസങ്ങളോളം കടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ, പോലീസ്, കോസ്റ്റ് ഗാർഡ്, നേവി, ഫിഷറീസ് വകുപ്പ് എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ഇന്ദിരാനഗർ പ്രഭാത് ഭവനിൽ വിശാൽ, കിഴൂർ കരുവാൻ വീട്ടിൽ അരുൺ, പരൂർ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് 10 ദിവസമാണ് മറ്റ് 2 പേർക്കായി തിരച്ചിൽ നീണ്ടത്. തിരയിൽപ്പെട്ട് 6 വർഷം കഴിഞ്ഞെങ്കിലും ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നഗരത്തിന് മറക്കാനായിട്ടില്ല. TCV കുന്നംകുളം. നവകേരള സൃഷ്ടിക്ക് കൈത്താങ്ങായി ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന തൃശൂർ ജില്ലയിലെ 10ാമത്തെ വീടിന്റെ താക്കോൽദാനം പട്ടിക്കാട് നടന്നു. നൂറ്റാണ്ട് കണ്ട മഹാപ്രളയത്തിൽ നിന്നും കരകയറുന്ന കേരളത്തിന്റെ പുനർനിർമ്മിതിക്ക് വലിയ കൈത്താങ്ങായി മാറുകയാണ് ജോയ ലൂക്കാസ് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ സംഘടനയായ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നടപ്പാക്കുന്ന ജോയ് ഹോംസ് പദ്ധതി. ജോയ് ഹോംസ് പദ്ധതി പ്രകാരം നിർമ്മിച്ച 10ാമത് വീടിന്റെ താക്കോൽദാനം നടന്നു. പട്ടിക്കാട് മഞ്ഞളി വീട്ടിൽ ശ്രീജയ്ക്ക് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി ജോയ് ആലുക്കാസ് താക്കോൽ കൈമാറി. പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളി വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ വീടിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത വാസു, പഞ്ചായത്ത് അംഗം PJ അജി, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് DGM TA ജോർജ്, ജോയ് ആലുക്കാസ് റീജിയണൽ മാനേജർ ജോസഫ്, ജോയ് ആലുക്കാസ് ജ്വല്ലറി മാനേജർ ജെയ്സൺ, ബ്രദർ പീറ്റർ ദാസ്, സിസ്റ്റർ ജോസ്മി, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി മനോഹരമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 250 വീടുകളാണ് ജോയ് ഹോംസ് പദ്ധതി പ്രകാരം ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ കേരളമൊട്ടാകെ നിർമ്മിച്ചു നൽകുന്നത്.
അന്തിക്കാട് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന് മുൻപിൽ പ്രതീകാത്മകമായി ആധാരം രജിസ്റ്റർ ചെയ്ത് സമരം നടത്തി. KPCC സംസ്കാര സാഹിതി അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതീകാത്മക സമരം നടത്തിയത്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി MS ശോഭനാദേവൻ ഉദ്ഘാടനം ചെയ്തു. KPCC സംസ്കാര സാഹിതി അന്തിക്കാട് മണ്ഡലം ചെയർമാൻ അശ്വിൻ ആലപ്പുഴ അധ്യക്ഷനായിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, ഷാനവാസ് അന്തിക്കാട്, AS വാസു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. നീ അച്ഛനെ പോലെയാണെന്നാ എല്ലാരും പറയാറ്. എന്റെ അതേ പിടിവാശിയാണ് നിനക്കെന്ന്. അച്ഛന്റെ ഏറ്റവും വലിയ വാശി എന്താണെന്നറിയോ? നിനക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം എന്ന വാശി. മോളെ, ഇതച്ഛന്റെ സെലക്ഷനാ. കാരണം ഒരു മകളാണ് എന്നും അച്ഛന്റെ ലോകം. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. ടിക്ടോക്ക് വഴി സൗഹൃദം നടിച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തൃശൂർ പെരിങ്ങാവ് സ്വദേശി കൊട്ടേക്കാട്ടിൽ അഖിലിനെയാണ് കൊടുങ്ങല്ലൂർ CI PK പത്മരാജൻ അറസ്റ്റ് ചെയ്തത്. ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ പെൺകുട്ടിയെ തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി മോട്ടോർ സൈക്കിളിൽ ചുറ്റിക്കറങ്ങുകയും പിന്നീട് പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയുമായിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് ചെയ്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CR പ്രദീപ്, സുനിൽകുമാർ, CPOമാരായ ഗോപൻ, ഉമേഷ്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ തേജസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. 2019 ഏറ്റവും പുതിയ കളക്ഷനുകളും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി കല്യാൺ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്ന ആടി ഡിസ്കൗണ്ട് സെയിലിനെ ഉപഭോക്താക്കൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഗുണമേന്മയാർന്ന തുണിത്തരങ്ങൾ, 2019 ഏറ്റവും പുതിയ കളക്ഷൻ, ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകൾ എന്നിവയെല്ലാം കല്യാൺ സിൽക്സിലെ ആടി സെയിലിന്റെ മാത്രം പ്രത്യേകതകളാണ്. 10% മുതൽ 50% വരെ ഡിസ്കൗണ്ടുകളോടെ ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് കല്യാൺ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്ന ആടി സെയിൽ. ഫാഷൻ ലോകത്തെ പുത്തൻ തരംഗങ്ങൾ ഉയർത്തി വീണ്ടും എത്തിയിരിക്കുന്ന ആടി ഡിസ്കൗണ്ട് സെയിലിൽ സാരി, മെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ഹോം ഫർണിഷിംഗ് എന്നിവയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷനുകളാണ് മികച്ച ഡിസ്കൗണ്ടുകളോടെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ നിന്നുള്ള സ്പെഷ്യൽ ആടി ശ്രേണികളുമുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ നൽകുന്ന വലിയ വിലക്കിഴിവുകൾ കല്യാൺ സിൽക്സ് ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനാൽ ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വില ഉറപ്പു നൽകുന്നു. ഓരോരുത്തരുടെയും ബജറ്റിൽ ഇപ്പോൾ ഇരട്ടി വാങ്ങാം. മറ്റാർക്കും നൽകാനാകാത്ത ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളുമായി എത്തുന്ന കല്യാൺ സിൽക്സ് ആടി ഡിസ്കൗണ്ട് സെയിലിന് ഉപഭോക്താക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പേരാമംഗലം SI ബൈജുവിന്റെ മകൻ 11 വയസ്സുള്ള ശലഭനെയാണ് എൽത്തുരുത്തിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ്. വെസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സൗഹൃദ കൂട്ടായ്മയ്ക്ക് ചിത്രകലാ പ്രദർശനത്തിലൂടെ പുതുമാനങ്ങൾ സമ്മാനിക്കുകയാണ് തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ. ഇവരുടെ കൂടിച്ചേരലിൽ പിറന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. KM ബേബി, ബെന്നി പോൾ, K ധർമ്മപാൽ, CK ജോൺ, P മോഹൻദാസ്, നാസിം അമ്പലത്ത്, പ്രിൻസ് കോങ്ങന്നൂർ, ശശി അയ്യന്തോൾ, NB ലതാദേവി ഇവരെല്ലാം 1980-86 കാലഘട്ടത്തിൽ തൃശൂർ ഫൈനാൻസ് കോളേജിലെ ക്ലാസ്മേറ്റ്സ് ആണ്. എല്ലാവരും പഠനത്തിന് ശേഷം ചിത്രകലയെന്ന പ്രൊഫഷനിലൂടെ പല ദിക്കുകളിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. ഇതിനിടെ യാദൃശ്ചികവും വാട്സപ്പ് അടക്കമുള്ള നവസമൂഹ മാധ്യമങ്ങളിലൂടെയും പലപ്പോഴും പലരും പരസ്പരം കണ്ടുമുട്ടാറുമുണ്ട്. ഈ അവസരത്തിലാണ് തങ്ങളുടെ കൂടിച്ചേരലുകൾക്ക് ഇവർ സ്വന്തം കലാമേഖലയുടെ പശ്ചാത്തലം കൂടി സമ്മാനിച്ചത്. ഇതോടെ കേവലം സൗഹൃദ സംഗമം മാത്രമായി മാറുമായിരുന്ന ഈ ചിത്ര പ്രദർശനം വൈവിധ്യം നിറഞ്ഞ ചിത്രരചനകളുടെ സംഗമ വേദി കൂടിയായി മാറി. പഠിപ്പൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷൻ ഇതായ കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസും കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും കൂടെ ഒരു ചിത്രപ്രദർശനം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളുടെ ഈ ഒരു ചിത്രപ്രദർശനം എന്ന് പറഞ്ഞാൽ ചിത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടല്ല, അങ്ങനെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങളൊരു ചിത്രപ്രദർശനം ഇതിനെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ദ ഇസൽസ് ഓഫ് 80s എന്ന പേരിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന പ്രദർശനത്തിൽ 9 പേരുടേതായി 50ഓളം ചിത്രങ്ങളാണുള്ളത്. പ്രകൃതിയും ജീവിതവുമെല്ലാം ഇതിവൃത്തമായ ഓരോ ചിത്രങ്ങളും ആസ്വാദകർക്ക് പുതുകാഴ്ചകളാണ് സമ്മാനിക്കുന്നത്.
കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച പ്രദർശനം ചരിത്രകാരൻ വിജയകുമാർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. വർണ്ണങ്ങളുടെ വരക്കൂട്ടുകൾ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ സമന്വയിപ്പിച്ച ഈ ചിത്ര പ്രദർശനം ആസ്വാദക മനം കവർന്നു കഴിഞ്ഞു. 6 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം ഈ മാസം 11-ന് സമാപിക്കും. TCV തൃശൂർ. ഗുരുവായൂർ കിഴക്കേനടയിൽ ബാർ ഹോട്ടലിൽ ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി ശങ്കരമംഗലം കല്ലംപറമ്പിൽ ഗണേശനെയാണ് ടെമ്പിൾ CI C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെട്ടേറ്റ തിരുവെങ്കിടം തൈക്കണ്ടിപ്പറമ്പിൽ വിനോദ് എന്ന് വിളിക്കുന്ന നിഷാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ത്യൻ വ്യാവസായിക വളർച്ചയ്ക്കും വികസനത്തിനും അടിത്തറയിട്ടത് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. തൃശൂർ പരിഷത്ത് ഭവനിൽ മുകളിൽ നിന്നുള്ള വിപ്ലവം സോവിയറ്റ് തകർച്ചയുടെ അന്തർനാടകങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. പഞ്ചവത്സര പദ്ധതികളുടെ ആശയം ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾക്ക് കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ച മൂലമുള്ള ശൂന്യതയാണെന്നും MA ബേബി പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണ സമിതി ചെയർമാൻ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പുസ്തകത്തിന്റെ വിവർത്തനം നിർവഹിച്ച K പ്രദീപ് കുമാർ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KS ജയ, TS സത്യനാരായണൻ, ഡോക്ടർ KPN അമൃത എന്നിവർ പങ്കെടുത്തു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. തൃശൂർ KSRTC സ്റ്റാൻഡിൽ കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയ മധ്യവയസ്കനെ അപരിചിതനായ ആൾ കൂട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണവും പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തതായി പരാതി. കോട്ടയം നെടുങ്കണ്ടം സ്വദേശി സുധാകരന്റെ പണവും സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത്. മാരാർ റോഡിൽ അവശനിലയിലായി കണ്ട ആളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകളുടെ അഡ്മിഷന് വേണ്ടിയാണ് സുധാകരനും കുടുംബവും വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂരിൽ എത്തിയത്. കവർച്ചയ്ക്കിരയായ സുധാകരന്റെ മൊഴിയെടുത്ത ശേഷമേ സംഭവത്തിന്റെ നിജസ്ഥിതി വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് അധ്യക്ഷനായിരുന്നു. മുൻ SP AN ഉണ്ണിരാജയ്ക്ക് ആദ്യ മെമ്പർഷിപ്പ് നൽകി. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ജോർജ്, KK അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്തർദേശീയ സഹകരണ ദിനാഘോഷം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി 131 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത തൃശൂർ താലൂക്കിലെ സഹകരണ സംഘങ്ങളെ ആദരിച്ചു. തൃശൂർ സഹകരണ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാൾ T സോണിയ സോമൻ അധ്യക്ഷനായിരുന്നു. ഓഡിറ്റ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ TK രവീന്ദ്രൻ, K മുരളീധരൻ, SC/ST അസിസ്റ്റന്റ് രജിസ്ട്രാർ MR പ്രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ കേരള ബിയർഡ് സൊസൈറ്റിയുടെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി താടിക്കാരുടെ സംഗമം തൃശൂരിൽ നടന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് സഫീർ അഫയൻസ് അധ്യക്ഷനായിരുന്നു. റേഡിയോ ജോക്കി ജോസഫ് അന്നംകുട്ടി ജോസ് മുഖ്യാതിഥിയായിരുന്നു. സൊസൈറ്റി സെക്രട്ടറി PT വിനു, ഫെബി മുഹമ്മദ്, സന്ദീപ് പോത്താനി, സുകുമാരൻ പട്ടാമ്പി, സൈനബ, അനസ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഡിസൈൻ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൃശൂർ കെൽട്രോൺ നോളജ് സെന്ററിന്റെ 1 വർഷത്തെ വിവിധ ഡിസൈനിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള DAT-19 അഭിരുചി ടെസ്റ്റിന് തുടക്കമായി. ഇന്റീരിയർ ഡിസൈൻ, ആർക്കിടെക്ചർ ഡിസൈൻ, അഡ്വർടൈസിംഗ്, ഗ്രാഫിക് ഡിസൈൻ, അപ്പാരൽ ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാനുള്ള ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ടെസ്റ്റിനാണ് തൃശൂർ സെന്റ് തോമസ് കോളേജ് ജൂബിലി ബ്ലോക്കിന് എതിർവശത്തുള്ള AR ടവറിലെ കെൽട്രോൺ നോളജ് സെന്ററിൽ തുടക്കമായത്. +2 VHSC, ITI, ITC, ഡിഗ്രി, BTech കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ നോളജ് സെന്ററിൽ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഡിസൈനിംഗ് രംഗത്തെ ആധുനിക സോഫ്റ്റ്വെയറുകളും പ്രൊജക്ട് ഓറിയന്റഡ് ട്രെയിനിങ്ങും തിയറി ക്ലാസുകളുമാണ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9895415653.
പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു. ഇന്ധനവില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ബാധിക്കും. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. 3 പീടികയിൽ ബാങ്കിന്റെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ കള്ളനോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ്. പ്രളയശേഷം തടയണ നിർമ്മാണത്തിനെത്തിച്ച പാറമണൽ കൃഷിഭൂമി ഉപയോഗശൂന്യമാക്കി. നീതി തേടി തടയണയ്ക്കായി സ്ഥലം വിട്ടുകൊടുത്ത വിധവയായ വീട്ടമ്മ. കൈയൊഴിഞ്ഞ് ഇറിഗേഷൻ വകുപ്പും പഞ്ചായത്തും. ഗുരുവായൂർ ടൗൺ ഹാളിലെ ഒളി ക്യാമറ വിവാദത്തെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. മരപ്പട്ടികളെ ചത്ത നിലയിൽ കണ്ടെത്തിയ മണലിത്തറയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഉന്നത സംഘം. തൃശൂർ പാട്ടരാക്കൽ പെരിങ്ങാവ് ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചു. സിഗ്നൽ സംവിധാനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.